അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് പറയുന്നതിന് മുമ്പ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അതിന്റെ ഗുണപാഠങ്ങൾ പറയുന്നതിന് മുമ്പ്, എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു 5 മിനിറ്റ് ഞാൻ സ്വതക്ക ചോദിക്കുകയാ. അത് ചോദിക്കുമ്പോ നിങ്ങൾ ചിലർ എഴുന്നേറ്റ് പോകുമായിരിക്കാം, പ്രയാസം ഉഷാറുവാക്കില്ല. കാരണം എന്തെന്നറിയോ, നിങ്ങളുടെ പോക്കറ്റിനകത്തിരിക്കുന്ന കാശ് നിങ്ങളുടെ കഴിവ് കൊണ്ട് കിട്ടിയതാണോ, നിങ്ങളുടെ പരിശ്രമം കൊണ്ട് കിട്ടിയതാണോ? ഒരിക്കലുമല്ല ചെറുപ്പക്കാരോ. ഇന്ന് 1 ലക്ഷം രൂപ ഇരുന്ന നാളെ 1 രൂപയാക്കാൻ രാജാവ് രാജനാഥ പടച്ചോട് കഴിയുമെന്ന് നീ മറക്കണ്ട. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷമുണ്ടാകാനുള്ളത് മരണപ്പെടുന്ന സമയത്തല്ലേ. എന്റെ പ്രിയപ്പെട്ട കടുവയിൽ പള്ളിയിൽ വന്ന ഉമ്മമാരോട് പറയുകയാ, അല്ലാഹുവേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തിരുന്ന് വിട പറയുമ്പോ എത്ര ആളുകളാണ് ആ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. ഈ ലോകത്തിരുന്ന് മഹാന്മാര് സൂഫിയാക്കൾ മരണപ്പെടുമ്പോ 3-4 ദിവസം മുമ്പ് വടക്കൻ മലബാറിൽ മരണപ്പെട്ടുപോരാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രിയപ്പെട്ട പണ്ഡിതൻ പാറന്നൂർ ഉസ്താദ്, അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ ജീവിതത്തെ ഒരുപാട് ഗൗരവത്തോടുകൂടി കണ്ടതുകൊണ്ട് മരണപ്പെടുന്ന സമയത്ത് അവർക്ക് അല്ലാഹു ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തിരുന്നവരല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സഹോദരങ്ങളെ 63ാമത്തെ വയസ്സാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു പനി കൊടുത്തതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും പനി വരികയാണ്. 15 ദിവസത്തോളം പനിച്ചു കിടക്കുകയാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ജീവിതത്തിൽ ആ സമയത്ത് പോലും എപ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നതെന്താ, ഇലാഹി ലസ്തു മിൻ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരി ജഹീമി. അല്ലാഹു, നിന്റെ മുത്തുനിബിതങ്ങൾ എന്റെ മുഖത്ത് നോക്കിയിട്ട് വിരുദ്ധോണ്ടിയിട്ട് എനിക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു പോരെങ്കിൽ അല്ലാഹുവേ, പടച്ചവരേ, നിന്റെ സ്വർഗത്തിന് ഒരിക്കലും എനിക്ക് അർഹതയില്ലല്ലോ. ആരാ പറയുന്നത്? ചെറുപ്പക്കാരാ, ഇന്ന് സ്വർഗവും നരകവും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മുമ്പ് കിട്ടുമെന്ന് ചിന്തിക്കുന്ന മടയന്മാരെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹുവിന്റെ റസൂൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും മനസ്സിന്റെ അകത്ത് വല്ലാത്ത ഭയപ്പാട് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആശങ്കയാണ്, മനസ്സിന്റെ അകത്ത് ആശങ്കയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, വലാ അഖ്വാ അലാ നാരി ജഹീമി. ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ജഹീം എന്ന നരകാഗ്നിയില്ലേ, അത് താങ്ങാൻ എന്നെ കൊണ്ട് കഴിയില്ല അല്ലാ. കണ്ണും പെണ്ണും മണ്ണിനും വേണ്ടിയിട്ട് അല്ലാഹുവിനെ മറക്കുന്ന ചെറുപ്പക്കാരാ, ഫേസ്ബുക്കിലൂടെ കണ്ട റോസാപ്പൂവിന്റെ പരിമളം പരത്തുന്ന പെൺകുട്ടിയുടെ, ചുവന്ന ചുണ്ടുള്ള പെൺകുട്ടിയുടെ, താമ്പക്കാക്കമുള്ള പെൺകുട്ടിയുടെ പിന്നാലെ അല്ലാഹുവിനെ മറന്നിട്ട് പേ പിടിച്ചവരെ പോലെ പരക്കം പോയുന്ന ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാരാ, ഓർത്തു നോക്കുമോനെ, സർവ്വതും അല്ലാഹുവിന് കൊടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ വലാ അഖ്വാ അലാ നാരി ജഹീമി. അല്ലാഹുവിന്റെ നരകത്തിയുടെ ചൂട് വാങ്ങാനുള്ള കഴിവെനിക്കില്ല അല്ലാ. പറയുകയാണ് മരണക്കിടക്കയിൽ അതെങ്ങനെ പറഞ്ഞിട്ട് പൊട്ടിക്കറിയുകയോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആരെങ്ങനെ ഓർത്തുകൊണ്ട് വേദനയോടെ കഴിഞ്ഞുകൂടേണ്ടവരില്ലേ നമ്മള്? നാളുവരെ നിങ്ങൾ എത്രത്തോളം നിസ്കരിച്ചിട്ട് ഏതെങ്കിലും ഒരു റക്അത്തിൽ നരകത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് കരയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നാളുവരെ നിങ്ങൾ ഏതുവരെ ഇബാദത്ത് ചെയ്തിട്ട് പാതിരാ സമയത്ത് റമളാനിന്റെ രാവുകളിൽ ദുആരന്നിട്ട് എന്റെ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഭയാനകരമായ അലാബിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയാ എന്റെ പ്രിയപ്പെട്ടവരെ നാളുവരെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവസാന സമയത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിരുന്ന ഒരു ദുആ, തവഫനി മുസ്ലിമാ, എന്നൊരു അനുസരണയുള്ളവനായിട്ട് മരിപ്പിക്കണേ അല്ലാ.